സഹോദരങ്ങളെ, ഇന്നു മുതൽ നമ്മുടെ കോട്ടയത്ത് ഒരു സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷന് വേണ്ടി ഒരു 5 ദിവസത്തെ ധ്യാനം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ സന്തോഷമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് രാത്രി നമ്മളൊരു 2 വചനമാണ് പ്രാർത്ഥിക്കാൻ പോവുക. പഴയ നിയമത്തിൽ മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, പുതിയ നിയമത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു പ്രത്യേക സബ്ജക്റ്റാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈശോയുടെ മുമ്പിൽ നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ളത്. അതായത് കർത്താവിന് കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്താണ്, ഈശോ എന്താണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുക. നമ്മൾ പല ജീവിത മേഖലകളിലുള്ളവരാണ് അല്ലേ, പല കാര്യങ്ങൾ ചെയ്യുന്നു, പല സ്റ്റാറ്റസുകളിലുള്ളവരാണ്. പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ശുശ്രൂഷ മേഖലകളിലുള്ളവരുണ്ട്, പല കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ട് നടക്കുന്നവരുണ്ട്. എല്ലാവരിൽ നിന്നും ഈശോ എന്താണ് ആവശ്യപ്പെടുന്നത്, ആ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാണ്. നമുക്ക് ആദ്യം പഴയ നിയമത്തിൽ മിക്ക പ്രവാചകന്റെ പുസ്തകം എടുക്കാം. അതിൻ്റെ 6-ാമധ്യായം 6ഉം 8ഉം വാക്യങ്ങളാണ്. മിക്ക 6, 8 വാക്യങ്ങൾ. വചനം ഇങ്ങനെയാണ് വായിക്കുക: കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത്? അത്യുന്നതനായ ദൈവത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത്? ഈശോയുടെ മുമ്പിൽ ഞാൻ എന്ത് കൊടുക്കണം? ചോദ്യം ക്ലിയർ ആണല്ലോ. എന്താണ് എനിക്ക് ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം? അതിൻ്റെ ഉത്തരവായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. 8ാമത്തെ വാക്യം, മിക്ക 6:8. മനുഷ്യ, നല്ലത് എന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? വചനം ഒന്നുകൂടെ സമയമെടുത്തൊന്ന് വായിച്ചു നോക്കണേ. നല്ലതെന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന് മുമ്പിൽ വിനീതനായി ചരിക്കുക. ഈ കാര്യങ്ങളാണ് കർത്താവിന് ഏറ്റവും സ്വീകാര്യമായതെന്ന്. എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധിയിൽ ജീവിക്കുക, നല്ല മിടുക്കരായിട്ട് ജീവിക്കുക, കർത്താവിന് ഇഷ്ടമുള്ളത് രീതിയിൽ ജീവിക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കണം, നീതി പ്രവർത്തിക്കണം, ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ട് നിൽക്കണം. നമുക്കിതൊന്ന് പരിശോധിച്ചിട്ട് ഇന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങണം. കർത്താവ്, ഞാൻ ഇന്നൊരു ദിവസം ഒന്നുണ്ടായി, ഞാൻ എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും കരുണ കാണിച്ചോ? ഞാൻ ഇന്ന് സമൂഹത്തിൽ പല കാര്യങ്ങൾ ചെയ്തു, ഞാൻ നീതിപൂർവമാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ? മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എളിമ. ദൈവത്തിന് മുമ്പിൽ ഞാൻ എളിമയോടുകൂടി, മനുഷ്യരുടെ മുമ്പിൽ ഞാൻ എളിമയോടുകൂടി ഇന്നോ, അതോ അഹങ്കാരത്തോടുകൂടി പെരുമാറിയോ? നമ്മൾ ഈ കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് ഉത്തരം, ഞാൻ കരുണ കാണിച്ചു, ഞാൻ നീതിയോടെ ഇന്ന് ജീവിച്ചു, ഞാൻ ദൈവത്തിരുസന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും എളിമയിലായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എനിക്കും കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു. കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മളൊരു ദിവസത്തിൻ്റെ എൻഡിൽ ഇന്ന് ഞാൻ നന്നായിട്ട് ജീവിച്ചോന്ന് അറിയുന്നത്? ഇന്ന് കർത്താവിന് ഇഷ്ടപ്പെട്ടൊരു ജീവിതമായിരുന്നു എന്നറിയുന്നത്? നീ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് നിന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, എളിമയിലായിരിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ, എനിക്ക് സാധിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ ദിവസം ബെസ്റ്റായിരുന്നു. കർത്താവിന് മുമ്പിൽ അത് സ്വീകാര്യമായിരുന്നു. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പുതിയ നിയമത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലെറ്റർ ഒന്ന് എടുക്കണം, ലേഖനം എടുക്കണം. 12-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. റോമ 12, 1-2 വാക്യങ്ങൾ. വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. പൗലോസ് അത് കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുക. നമ്മൾ നല്ല മനുഷ്യര്, നല്ല ആരാധനയുടെ മനുഷ്യര്, ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായി തീരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുക? ഏറ്റവും നന്നായിട്ട് ബലിയർപ്പിക്കുക. ഏറ്റവും നന്നായിട്ട് ബലിയർപ്പിക്കുന്നതിനെ കുറിച്ച് പൗലോസ് പറയാം. കർത്താവിന് സ്വീകാര്യമായ ബലി എന്താണ്? 12:1, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക. ഈശോയുടെ മുമ്പിൽ വിശുദ്ധിയിലായിരിക്കുക. മിക്ക പ്രവാചകനോട് പറഞ്ഞ കാര്യം ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ഞാൻ നീതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എളിമയിൽ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശുദ്ധമായ ഒരു ജീവിതം ഇന്ന് സാധ്യമായി. ആ വിശുദ്ധമായ ഒരു ജീവിതമാണ് ഇന്ന് ഈ വൈകുന്നേരം ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈശോയുടെ മുമ്പിൽ എനിക്ക് കൊടുക്കാനുള്ള എൻ്റെ ബലി. ഈ 2 കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കണം. ചിലപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ വീണ് പോയിട്ടുണ്ടാകാം. നാളെ അത് തിരുത്തണം. നാളെ രാവിലെ ഉണർന്നെഴുന്നേറ്റിട്ട് ആദ്യം ഉണ്ടാകേണ്ട പ്രാർത്ഥന ഇതാണ്. ഈ 2 വചനങ്ങൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. മിക്ക 6:8, റോമ 12:1-2 വചനങ്ങൾ വായിക്കണം. ഈശോയെ, എനിക്ക് ഇന്ന് കുറച്ചുകൂടെ കരുണയോടെ, കുറച്ചുകൂടെ നീതിബോധത്തോടെ, കുറേയും കൂടെ എളിമയോടുകൂടി എനിക്കിന്ന് ജീവിക്കണം. എൻ്റെ ശരീരത്തെ ഇന്ന് കൂടുതൽ വിശുദ്ധിയിൽ പാലിക്കാൻ എനിക്ക് സാധിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കാരുണ്യം നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ. ഈശോയ്ക്ക് സ്വീകാര്യമായ ഒരു ജീവിതം നമുക്കുണ്ടാവട്ടെ. ഈ 2 വചനങ്ങളുടെ അഭിഷേകം നിങ്ങളിലേക്ക് ഈ സമയം നിറയട്ടെ. നാളെ കൂടുതൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കർത്താവ് തന്നെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.